എല്ലാ മേഖലയിലും ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉം. നമ്മൾ വിചാരിക്കും ഈ ഹെൽത്ത് സെക്ടർ വന്നു കഴിഞ്ഞാൽ ഇതിന്നൊക്കെ മാറി നിന്നിട്ട് ഇവിടെ ജോബും കാര്യങ്ങളും എല്ലാം സെക്യൂർ ആണെന്ന ചിന്തയുണ്ട്. ഉം. ഇപ്പൊ എന്താ ഇപ്പൊ കൊറോണ സമയത്ത് തന്നെ നമ്മൾ ഒരുപാട് മാറ്റം വന്നു. നമുക്ക് ഹോസ്പിറ്റലിൽ ഡയറക്റ്റ് ഫിസിക്കൽ കൺസൾട്ടൻസി ഒക്കെ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമായിട്ട് മാറിയായിരുന്നു. ഉം. ഉം. അപ്പോൾ ഫുള്ളൊരു ടെലിമെഡിസിൻ രീതിയിലെ കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അതെ. അല്ല എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റൽസ് എല്ലാം ഒരുവിധം ഫില്ല് ആയിരുന്നു. ആയിരുന്നു അന്ന്. നമ്മള് കൊറോണ മറ്റേ പേഷ്യൻസിന് ലോക്ക്ഡൌണിന്റെ സമയത്തൊക്കെ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ കുറെ പേരൊക്കെ വീട്ടിലിരുന്നു. പക്ഷെ എല്ലാരും കൂടെ അറ്റ് എ ടൈം ഇത്രയും ഒരു ഹോസ്പിറ്റൽസിനെ ആശ്രയിക്കുമ്പോൾ അന്ന് ഈ അത് ടെലിമെഡിസിൻ ഒക്കെ കുറച്ച് വന്നതന്നെ ഹോസ്പിറ്റലിന്റെ എന്താ പറയാ അല്ല അതാ പറഞ്ഞത്. എണ്ണം പേഷ്യൻസിന്റെ എണ്ണം കൂടിയിട്ട് നമുക്ക് ആ ഒരു എന്താന്ന് പോലും അറിയാത്ത സമയത്ത് എല്ലാരും പാനിക് ആയിട്ട് ഹോസ്പിറ്റൽസിനെ എല്ലാത്തിനും ആശ്രയിക്കുകയാണെങ്കിൽ ഹോസ്പിറ്റൽസിന് അത് താങ്ങാൻ പറ്റേണ്ടത്. അക്കോമഡേറ്റ് ചെയ്യാൻ അങ്ങനെ ഒരു ആകുമ്പോ എങ്ങനെ സാഹചര്യം ഇല്ല. പോയാലും അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ ഇല്ല. ഒരു മോശമായ സിറ്റുവേഷൻ വരുമ്പോഴല്ലേ പുതിയ എന്താണ് പോസിബിലിറ്റി എന്ന് ചിന്തിക്കാൻ തുടങ്ങുക. അപ്പൊ നമ്മൾ ഈ കോവിഡ് സമയത്താണ് കൂടുതലായിട്ട് ഈ പറഞ്ഞ പോലെ ചിന്തിക്കാൻ തുടങ്ങി. എന്ത് ചെയ്യുന്ന ആൾക്കാരില്ല, എല്ലാവരും പാനിക് ആയിരുന്നു. എന്നാൽ എല്ലാവരും അങ്ങോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് ഈ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും വന്നു തുടങ്ങിയത്. കൊറോണയ്ക്ക് ശേഷം തന്നെയാണ് ഈ ടെലിമെഡിസിനും കാര്യങ്ങളും കുറച്ചും കൂടി അധികമായിട്ട് ഇതായി തുടങ്ങുന്നത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഹോസ്പിറ്റലിൽ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇല്ലാത്ത സമയത്ത്, അതായത് കൊറോണ പേഷ്യൻസിനെ പുറത്ത് രാജ്യങ്ങളിൽ പലയിടത്തും കേട്ടിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ഏജിന്റെ അപ്പുറമുള്ള ആൾക്കാരാണെങ്കിൽ വീട്ടിൽ കിടന്ന് മരിച്ചോട്ടെ എന്നുള്ള വരെ സിറ്റുവേഷൻ എത്തിയിട്ട് അതിനുശേഷം ഒരുപാട് പ്ലാറ്റ്ഫോംസ് വന്നല്ലോ ടെലിമെഡിസിന്റെ. ഇപ്പോൾ ടാറ്റയുടെ 120, പിന്നെന്താ ആംവെൽ, പിന്നെ എം ഫൈൻ, ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഇതിന് വേണ്ടി വന്നത്. ഡോക്ടർ കൺസൾട്ടേഷനും മെഡിസിനും അല്ല അതിനകത്ത് മെഡിസിനും ലാബ് ഡെലിവറി ടെസ്റ്റുകളൊക്കെ ചെയ്തിരുന്നു. അവർ സജസ്റ്റ് ചെയ്യും. അതായത് ഡോക്ടർ ഓൺലൈനായിട്ട് കൺസൾട്ട് ചെയ്യും. അത് രണ്ട് ഓപ്ഷൻ, ഒന്നെങ്കിൽ വീഡിയോ കോൾ അല്ലെങ്കിൽ ടെലികോളിംഗ് വഴി കോൾ ചെയ്തിട്ട് കൺസൾട്ട് ചെയ്യും. അതിനുശേഷം മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്താൽ അതും ഡെലിവറി ഉണ്ട് തോന്നുന്നുണ്ട് ഇവർക്ക്. അങ്ങനെ സിസ്റ്റം കാര്യങ്ങളും വന്നിട്ട് അല്ല ഇപ്പൊ മറ്റേ ലാബോറട്ടറീസ് തന്നെ അടുത്തുള്ളത് വീട്ടിൽ നിന്ന് ബ്ലഡ് സാമ്പിൾ എടുത്തിട്ട് ടെസ്റ്റ് എടുത്തിട്ട് ചെയ്യുന്ന മതി. പരിപാടി ഉണ്ടല്ലോ. അല്ല അതുപോലെ തന്നെ ഇതിനകത്ത് ഉണ്ടായിരുന്നോ ചോദിച്ചത്. ഇപ്പൊ വേറെ കുറെ മറ്റേ വെയറബിൾ ആയിട്ടുള്ള ഡിവൈസസ് ഉണ്ടല്ലോ. ഇപ്പോ ആപ്പിൾ ഡിവൈസ് മുമ്പായിട്ടുണ്ട്, പിന്നെ അത് ഫിറ്റ്ബിറ്റ് മോണിറ്റർ ഉണ്ട്. ചെയ്യും ആ കുറച്ചൊക്കെ. മോണിറ്റർ ചെയ്യും. അത് ബൂപ്സ് എത്രത്തോളം ഉണ്ടല്ലോ. ആക്യുറസി അല്ല ഉണ്ട് അപ്പൊ എന്നുള്ളത് ഇപ്പൊ ഉണ്ടല്ലോ. കുറച്ച് ഭയങ്കര ട്രെൻഡിങ് ആയുള്ള സാധനമാണ് ബൂപ്സ് ഉണ്ട്. നമ്മൾ ലാലട്ടനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് സെലിബ്രിറ്റി പ്രിൻസ് വില്യംസ് ഒക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നമ്മുടെ ഉറക്കം, ഹെൽത്തിന്റെ റേറ്റ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് റിപ്പോർട്ട് പോലെ, അതായത് ഈ ടെസ്റ്റ് എങ്ങനെ ചെക്ക് അല്ല ചെയ്യാം? ഇതൊക്കെ എന്താ അറിയോ ബാൻഡാണ്. ഈ ബാൻഡ് സാധനം ചെയ്തിട്ട് നമുക്ക് റിപ്പോർട്ട് പോലെ ഡോക്ടേഴ്സ് ആ ഒരു PDF ആയി ഡൗൺലോഡ് ചെയ്തിട്ട് അയച്ചു കൊടുക്കാന്ന് പറയുന്നത്. സംഭവം എന്താ അറിയോ ഈ പറഞ്ഞതിലൊക്കെ ഒരു ഒരു ചെറിയ തരത്തില് എറർ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഈ പറഞ്ഞ തന്നെ. ഇപ്പൊ ഈ ബാൻഡ് എന്നൊക്കെ പറയുന്നത് സെൻസർ ആയിരിക്കും ചെറുത് എന്തെങ്കിലുമൊക്കെ. അപ്പൊ അതിപ്പോ ഒന്നില്ലെങ്കിൽ ബ്ലഡ് ഫ്ലോന്റെ അല്ലെങ്കിൽ ഇപ്പൊ കളറൊക്കെ വെച്ചിട്ടില്ലേ, ചെറിയ എന്തെങ്കിലും വല്ല ഗ്രേഡിയന്റ് ഒക്കെ വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ കളറിന്റെ ചേഞ്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള വ്യത്യാസം വെച്ചിട്ടൊക്കെ ആയിരിക്കും. അതിന് പിന്നെ ആക്യുറസി കൂടി കമ്മിയായിരിക്കും പിന്നെ എന്നുള്ള അതുമല്ല സാധനം. അല്ല ഞാൻ അതിൽ ചോദിക്കുന്നത് ഇപ്പൊ എന്തായാലും തൽക്കാലം എന്താ അറിയോ ഒരു ഉം. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ, അതായത് ഇപ്പോ ഒന്നും മോണിറ്റർ ചെയ്യുന്നില്ലാത്തതിനേക്കാളും ബെറ്റർ ആയിട്ട് ചെറിയൊരു അളവിൽ നമുക്ക് പിന്നെ മനസ്സിലാവുന്നുള്ളൂ. ഇതിലൊക്കെ ഒരു ബാറ്ററി പവർഡ് അല്ലേ വരുന്നത്. ആ ബാറ്ററി പവറിൽ ചെറിയൊരു വേരിയേഷൻ വന്ന റീഡിങ്സിൽ മാറ്റം വന്നത്. അല്ല ഞാൻ പറഞ്ഞത് ആ, ഞാൻ ഇതിന്റെയൊക്കെ ഒരു പറയട്ടെ. ഹോസ്പിറ്റൽസിലൊക്കെ ഉള്ള കുറച്ചും കൂടി ഭയങ്കര അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ള ഇതിന് ഒരു ചെറിയൊരു മിനിയേച്ചർ വേർഷൻ പോലെ എന്നൊക്കെ ഞാൻ പറയും. പറയാം ഇപ്പൊ ഈ ഡിവൈസസ് ഒക്കെ പക്ഷെ ഇപ്പൊ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നതാണെങ്കിലും മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ ഇവരിപ്പോ ടെക്നോളജി അത്രയും സമവായിട്ട് വരുമ്പോ ഇവര് ഇതിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജി, ഇപ്പൊ ഇത് ആക്ച്വലി ഈ വൂപ്സ് എന്നുള്ള ബാൻഡൊക്കെ വരുന്നത് ഒരു അത്ലറ്റ് അവരുടെ ബെറ്റർ ആയിട്ട് എഫിഷ്യൻസി ഇങ്ങനെ കൂട്ടാൻ വേണ്ടി തുടങ്ങിയതാണ്. പിന്നെയാണ് ഇപ്പൊ ഭയങ്കര ഭയങ്കര റീച്ച് ആവാൻ തുടങ്ങി സാധനം, എല്ലാവരും യൂസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഇപ്പൊ പലർക്കും ഇത്രയും സെലിബ്രിറ്റീസ് ആണ് ഹോസ്പിറ്റലിൽ പോവുക, അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പൊ കുറച്ചുകൂടി നെക്സ്റ്റ് ലെവൽ പറഞ്ഞാൽ റിയൽ ടൈമിന് ഒരു ഡോക്ടറിന് ഇത് വാച്ച് ചെയ്യാൻ പറ്റും, ഇയാളുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ്, ഏജും ഫാക്ടർ നോക്കിയിട്ട്. ഇപ്പൊ വേറൊരു സംഭവം ഉണ്ടാകുന്നത്, ഈ ആപ്പിൾ ഡിവൈസ് വെച്ചിട്ട് ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ പോകുന്ന സാധ്യത നേരത്തെ കണ്ടായാൽ രക്ഷപ്പെടുത്തിയ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അല്ല എനിക്ക് എന്താ അത്യാവശ്യം അറിയാം ഇപ്പൊ ഇതിനകത്ത് എനിക്കുണ്ടായ ഒരു ഇതുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹീമോഗ്ലോബിനോമീറ്റർ HB ടെസ്റ്റ് ചെയ്യാനുള്ള മീറ്റർ. അതൊരു ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നത്. ബ്ലഡ് ബ്രിക്ക് ചെയ്യുന്നു സാധാ പോലെ, ഷുഗർ നോക്കുന്ന പോലെ തന്നെ ഒരു ഡ്രോപ്പ് ബ്ലഡ് ആക്കി കഴിഞ്ഞാൽ ഹീമോഗ്ലോബിന്റെ ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടൊരു ഫിഗർ കിട്ടും. നോർമലി വേണ്ട ഒരു 12ന്റെ മുകളിൽ 12 to 16 ആ റേഞ്ചിലൊക്കെ വരുന്നത്. ഇത് റിപ്പീറ്റഡ്ലി കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 8, 7, 6, 5 ആ റേഞ്ചിലൊക്കെ ഒരു കാണിച്ചു. ഡൗട്ട് വെക്കട്ടെ, ഇതിൽ യൂസ് ചെയ്യുന്ന ലിക്വിഡ്സ് മാറിക്കഴിഞ്ഞാൽ റേഞ്ച് മാറാനുണ്ടോ? ചില ലാബിൽ ഇന്ന ലിക്വിഡ് ആയിരിക്കും, ഇന്ന അല്ല ലാബിൽ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഒരു ഒരു ഇതുപോലെ തന്നെ ഇപ്പൊ ഒരു മെഷീൻ തന്നെ അതിനകത്തൊരു സ്ട്രിപ്പ് മാത്രം പിന്നെ ഒരു ബ്ലഡിന്റെ ഇത് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇപ്പൊ നോക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഇങ്ങനത്തെ മെഷീൻസിന്റെ കാര്യം പറഞ്ഞപ്പോ റിപ്പീറ്റഡ്ലി ഇങ്ങനെ അത് നമ്മൾ 1-2 ആൾക്കാർക്കൊക്കെ നമ്മൾ പറഞ്ഞു ടെസ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് മതി എന്നൊക്കെ പറഞ്ഞു. തുടക്കത്തിലൊക്കെ നമ്മളിപ്പോ ഇതിന്റെ മാനേജ്മെന്റ് പോലെ തന്നെ രക്തം കമ്മിയാന്നുള്ള രീതിയിൽ ട്രീറ്റ്മെന്റ് ചെയ്തു തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് റിപ്പോർട്ട് ബ്ലഡ് സാമ്പിൾ എടുത്തിട്ട് ചെയ്ത് റിപ്പോർട്ടായിട്ട് ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം. വ്യത്യാസം. ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാർക്കൊക്കെ ആയിരുന്നു ഈ 8, 7. അപ്പൊ ഞാൻ പറഞ്ഞ എത്രത്തോളം റിലയബിൾ ആണെന്നുള്ള സാധനം കൂടി ഉണ്ട് പറയില്ലേ. പിന്നെ ക്ലിനിക്കലി പേഷ്യൻസിനെ നോക്കിയിട്ട് തന്നെ അതൊക്കെ ചെയ്യുന്നത്. അതിനതൊരു ആ മെഷീന്റെ പ്രൈസ് ഒരു ഫാക്ടർ തന്നെയല്ല അതില്. പ്രൈസ് ലോ അല്ല ക്വാളിറ്റി ഉള്ള ഇപ്പൊ ഞാൻ സാധനങ്ങള് പറഞ്ഞ ചീപ്പ് ആയിട്ടുള്ള അല്ല ബുക്കൊക്കെ low 30,000 ആണ് സംതിങ് റേറ്റ് വരുന്നത്.
അപ്പൊ അത്രയും ചീപ്പായിട്ടുള്ള ആളുകളല്ല. ഇപ്പൊ നമ്മുടെ മാർക്കറ്റിലെ ഗ്ലൂക്കോമീറ്റർ അതൊക്കെ ഉം. ഗ്ലൂക്കോമീറ്റർ ഒക്കെ ഒരു ഇതൊക്കെ ഭയങ്കര ചീപ്പാണ്. ചെറിയ പൈസക്കാണ് അല്ല അതാ ഞാൻ അതൊക്കെ പറഞ്ഞു. നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും അല്ല അതും ശരിക്കും. അതാ പറഞ്ഞത്. അത് ഏകദേശം ഒരു 10-20 യൂണിറ്റിന്റെ ഒക്കെ അപ്പുറമുള്ള വേരിയേഷൻസ് കാണിക്കാം. അത്ര ആക്യുറസി എക്സ്പെക്ട് അല്ല. ചെയ്യാം. അതാ പറഞ്ഞത്. അത്ര ആക്യുറേറ്റ് അല്ല. ശരിക്കും എടുക്കുകയാണെങ്കിൽ പ്രോപ്പർലി ബ്ലഡ് എടുത്ത് സാമ്പിൾ എടുത്ത് അങ്ങനെ ഷുഗർ ലെവൽ അപ്പം അങ്ങനെ നോക്കുകയായിരിക്കും നല്ലത് അറിയില്ല. അതേപോലെ തന്നെ HB ആണെങ്കിൽ അങ്ങനെ തന്നെ. ഈ പറഞ്ഞതിൽ തന്നെ അതാ ഞാൻ പറഞ്ഞത്. ഉം. മെഷീൻസിന് അത്രത്തോളം റിലയബിൾ ആയിട്ട് വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. അതിന്റെ റീഡിങ് തെറ്റാണോ കാണിക്കുന്നത് പോലും അറിയില്ല. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് ടെക്നോളജി ഭയങ്കര അല്ല ഗ്രോത്തിലാണല്ലോ. വളർന്നു, അത് ശരി. അത് അപ്പൊ നല്ലൊരു നീ മുമ്പ് അതുപോലും ഇപ്പൊ നീ ഉണ്ടായിരുന്നില്ല. നീ പറയുന്ന എക്യുപ്മെന്റ്സും ഇതും തമ്മിൽ ടോളറൻസ് ഉണ്ടല്ലോ, അത് ഉം. ഭയങ്കരമായിട്ട് നാരോ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉം. ഇപ്പൊ ഇത്തരം സാധനങ്ങൾ എത്തിക്കിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത്. അല്ല കുറച്ചുകൂടി ഉം. ആക്യുറസി കൂടിയ മെഷീൻസ് അപ്പൊ എന്താ പറയാ അത് കുറച്ചുകൂടി ഓവർ പ്രൈസ്ഡ് ആയിരിക്കും. ആ പ്രൈസ് ആണ് ഇത്. പ്രൈസ് ചെറിയ ആവുമ്പോ പ്രൈസ് എന്താ അല്ല. പറയാ അപ്പൊ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ Affordable. ഇപ്പൊ പറ്റില്ല. ഞാൻ പറയട്ടെ, 30,000 ഒരു ബാൻഡ്, അതായത് ഒരു ഡെയിലി ഇല്ല, ഒന്നുമില്ല, ജസ്റ്റ് ബാൻഡ് മാത്രമാണ് സംഭവം. വാച്ചോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്ന സാധനമല്ല, സ്പെസിഫിക്കലി ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. 30,000 വാങ്ങിക്കുക വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള കാര്യമല്ല. അല്ല അതാ പറഞ്ഞത്, അത് രണ്ടും കൂടി കോറിലേറ്റ് ചെയ്തിട്ട് ഏകദേശം എത്രത്തോളം ഈ പറഞ്ഞ വാല്യൂ ആയിട്ട് മാച്ച് ചെയ്യുന്നു അതൊക്കെ നോക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ 30,000 ബാൻഡിനേക്കാളും നമുക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്ക് ചെയ്താൽ പോലും ഇത്ര വരില്ല. അതുകൊണ്ട് ഒന്നുമില്ല. അല്ല ഇത് പക്ഷേ മൾട്ടിപ്പിൾ ടൈംസ് ഇല്ല, സിംഗിൾ യൂസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് എപ്പോഴും ചെയ്യാം. ഉള്ളതല്ല. സിംഗിൾ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കാൻ സംഭവമുണ്ടോ? അതാ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ല അങ്ങനെ വേറെ ഹോസ്പിറ്റലിൽ പറഞ്ഞാൽ ശരിക്കും അതും വലിയ നഷ്ടമായിട്ട് വരുന്നില്ല. കാരണം ഇപ്പോ നമ്മള് ഒരു 1 ഇയറിൽ ഇപ്പൊ എത്ര തവണ ഹോസ്പിറ്റലിൽ ഇപ്പോ ഒരു പേഷ്യന്റ് ആണ്, ഇപ്പൊ ഷുഗർ പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ മറ്റേ ഷുഗർ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് തവണ പോകലും ട്രാവൽ എക്സ്പെൻസും ടൈമും റിപ്പീറ്റ് അതുമല്ല, ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതായത് ഒരു പ്രശ്നം വരുന്നതിന് ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണോ അല്ലെ, ഒരു കോസ്റ്റ് ആണത്? ബാൻഡിന്റെ പിന്നെ യൂസേജ് ബാൻഡ് ബാൻഡ് ആണ് അല്ല ലൈഫ് ടൈം ആണല്ലോ. അല്ല അതിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് പിന്നീട് ബാൻഡിന്റെ ബാറ്ററി അതല്ല, തീർന്ന പിന്നെയും ബാറ്ററി ബാൻഡിന്റെ വാങ്ങിച്ചു ബാറ്ററി ഇല്ല, ഒരു ലൈഫ് എന്തെങ്കിലും ഒരു ഉണ്ടാവില്ല, ഡിവൈസ് ആണ്. എക്സ്പയറി ഉണ്ട്. ഉണ്ട്. അപ്പൊ ഇലക്ട്രോണിക് ഡിവൈസ് അത് കുറച്ച് നേരം കഴിഞ്ഞ് വേറെ ആവുമല്ലോ. പക്ഷെ നമ്മുടെ ഹെൽത്തിനേക്കാളും ബെറ്റർ അല്ലല്ലോ വേറെ ഒരു വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ അത് അത്തരത്തിൽ ഈ സാധനം ആർട്ടിസ്റ്റ് വെക്കുന്നില്ല. അല്ലെങ്കിൽ അത്ര വലിയ എമൗണ്ട് അതെ. അല്ല അല്ലാതെ പറയാം. ഇത് ഞാൻ ഒന്ന് പറയാം. ഈ പറഞ്ഞ ബ്ലഡ് ഷുഗർ നോക്കാൻ അധികം പൈസ ഒന്നും കേട്ടോ. 10-20 10 രൂപ രൂപ 20 രൂപ മാക്സിമം അല്ലല്ല വരും. ഇപ്പൊ പക്ഷെ പോവാനും കോസ്റ്റ് ഉണ്ട്. അല്ലല്ല ഈ പോകാൻ ബോക്സിന്റെ മാക്സിമം അതെടാ മനസ്സിലായില്ലേ? ബോക്സിന്റെ കാര്യം ഒരു ബ്ലഡിന്റെ മാത്രം നോക്കാൻ വേണ്ടിയില്ല. അപ്പൊ ഞാൻ പറയാം, ആപ്പിൾ ഇതിനെ കുറച്ചുകൂടി മുമ്പ് ഉണ്ടാകുന്ന ഹാർട്ട് അറ്റാക്ക് ഒന്ന് പെട്ടെന്ന് രക്ഷപ്പെടുത്താം ഏർലി സ്റ്റേജിൽ തന്നെ, അത് ചെറുതായിട്ട് റിതമാറ്റിക് ഉള്ള ചേഞ്ച് മനസ്സിലാക്കിയിട്ടാണ് കൊണ്ടുപോയത്. ആൾക്ക് അത് കുറെ കഴിഞ്ഞിട്ട് വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അങ്ങനെ പ്രിക്കോഷൻസ് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ അല്ല പറ്റി കഴിഞ്ഞാൽ നല്ല ഹെൽത്ത് നല്ല കാര്യം അതൊക്കെ. അതൊന്നും പറയുന്നത് ആ മോശമേ അല്ല. അതായത് ഇപ്പൊ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ എന്താ അറിയോ, എല്ലാവർക്കും അഫോർഡബിൾ ആവുന്ന രീതിയിൽ ഒരു സാധനം ആണെങ്കിൽ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ ഇപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. കുറച്ചുകൂടി വെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ഈസിലി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഏത് നല്ലൊരു പുതിയ സാധനം വരുമ്പോഴും ആ ഹെൽത്തി ആയിട്ടുള്ള ആളുകളാണല്ലോ ഫസ്റ്റ് അഫോർഡ് റീജിയൻ ചെയ്യുന്നുണ്ടാവുക. കൊണ്ടൊരു സാധനം പ്രൊഡക്റ്റ് ഇറക്കുന്നു, അത് അവർ ആക്സസ് ചെയ്യുന്നു, അവർക്ക് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നു. അതന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ സാധാരണ ഒരാൾക്കാർക്കൊന്നും ഇതൊന്നും അത്ര അത്ര വലിയ ഈസി യൂസ്ഫുൾ ആയിട്ട് ആയിട്ടൊരു അഫോർഡ് കാര്യങ്ങളല്ല പറയുന്നത്. നീ പിന്നെ അഫോർഡബിലിറ്റി കേസിൽ ടെലിമെഡിസിൻ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്തിട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചില നല്ല സ്പെഷ്യലിസ്റ്റ് കാര്യങ്ങളൊക്കെ പോലെ ബാംഗ്ലൂരോ ട്രിവാൻഡ്രത്തോ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവരെ കൺസൾട്ട് ചെയ്യാൻ പോവാന്ന് പറഞ്ഞാൽ തന്നെ അത് അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളില്ല ചില ആളുകൾക്കെങ്കിലും. അല്ല ഈ പറഞ്ഞതൊക്കെ കുറച്ചുകൂടി മേജർ ആയിട്ടുള്ള ഇഷ്യൂസ് കാണാൻ വേണ്ടി ചെയ്യുന്നത് തന്നെയല്ലേ? അതോ ആ ചെറിയ ചെറിയ മൈനർ ആയിട്ടുള്ള ഇല്ലസ് അല്ലല്ലോ എന്തായാലും ഈ പറഞ്ഞത്? അല്ല ഇതിലിപ്പോ എനിക്ക് അറിയാവുന്ന ഒരാളുണ്ട്. ആ. പുള്ളി എന്താ വെച്ചാൽ നമ്മളൊരു ഹാർട്ടിന്റെ ഓപ്പൺ സർജറി കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്ത് ഒരു വലിയ ഹോസ്പിറ്റലിൽ. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് എന്തായാലും ഓഫ് കോഴ്സ് ഡയറക്റ്റ് ചെന്ന് ഫിസിക്കലായിട്ട് കൺസൾട്ട് ചെയ്ത് കാര്യങ്ങൾ സർജറി കഴിഞ്ഞതിന് ശേഷം ഉം. ഒരു 3-4 വർഷമായിട്ട് ആള് കൺസൾട്ടേഷൻ ഫുള്ള് ടെലികോൾ വഴിയാണ്. ഉം. ആളുടെ ആ സെയിം ഡോക്ടർ തന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കും. ഉം. പിന്നെ ആൾ ഓൾറെഡി കുറച്ച് ടെസ്റ്റുകൾ അയച്ചു കൊടുക്കും. അതായത് അതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളും അവരായിട്ട് ഓൾറെഡി അയച്ചു കൊടുത്തതിന് ശേഷം ഫോൺ വഴിയാണ് റിവ്യൂ നടക്കുന്നത്. ഉം. അതൊരു അഡ്വാൻറ്റേജ് തന്നെയല്ല. അല്ല അതാ പറഞ്ഞത്. ഫസ്റ്റ് ഓക്കെ ഒരു വട്ടം എന്തായാലും കാണുന്നു, ആ ബാക്കി ഫോളോ അപ്പുകളാണ് ഈ പറഞ്ഞ പോലെ തന്നെ അത് കുറച്ച് ഈസി. അതുകൊണ്ട് ഈസിയാണ്. ടെലിമെഡിസിൻ വഴി നല്ലതാണ്. കമ്പാരിറ്റീവ്ലി എപ്പോഴും ഫിസിക്കൽ ബെറ്റർ ബെറ്റർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ആ ഡോക്ടർ ആണെങ്കിൽ ഇവിടെ തന്നെ സെയിം സർജൻ സ്പെഷ്യലിസ്റ്റിലുള്ള ആളെ കണ്ടാലും ഓക്കെ തന്നെയാണല്ലോ. കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും മേ ബി. അല്ല ഞാൻ പറഞ്ഞ പേഷ്യന്റിനെ നേരിട്ട് കണ്ടിട്ട് കുറച്ച് ക്ലിനിക്കലി എക്സാമിൻ ചെയ്തതിന് ശേഷം ഒരു ഫൈൻഡിങ്ങിലേക്ക് എത്തിയിട്ട് ട്രീറ്റ് ചെയ്യുന്നതും നേരിട്ട് നമ്മൾ കാണുന്ന അതൊരു വീഡിയോ കോളിലൂടെ അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനത്തെ ഒരു കണക്ഷനിലൂടെ ടെലിമെഡിസിൻ ടെലിമെഡിസിൻ ആ രീതിയിൽ കാണുന്നതിലും വ്യത്യാസം ഉണ്ടെന്ന് തന്നെയാണ് എന്റെ ബെറ്റർ ക്വാളിറ്റി ഇതായിരിക്കുന്ന ഫിസിക്കൽ. നേരിട്ട് കണ്ടിട്ട് അസസ് ചെയ്തിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് നോക്കൽ തന്നെ ആയിരിക്കും എന്നാണ് എന്റെ അഭിപ്രായത്തിൽ. എനിക്കിത് ഒരു തവണ എന്റെ ഇൻഷുറൻസിൽ ഒരു ഫ്രീ ഫുൾ ബോഡി ചെക്കപ്പ് ഉണ്ടായിരുന്നു. ഉം. അതുപോലെ ബ്ലഡ് ചെക്കപ്പ് ചെയ്ത് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തു. അതിന് ശേഷം നമുക്ക് റിസൾട്ട് എല്ലാം നോർമലാണ്. എവിടെ വേരിയേഷനും കാര്യങ്ങളൊന്നും ഇല്ല. എന്താ വെച്ചാൽ ഒരു ESR അലർജിക്ക് എന്താ സംഭവം അത് മാത്രം കുറച്ച് വേരിയേഷൻ. അതേപോലെ അതിന് ശേഷം ഈ ചെക്കപ്പിന്റെ കൂടെ തന്നെ ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ അവർ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ടെലിമെഡിസിൻ അല്ലേ? അത് ടെലിമെഡിസിൻ ആയിരുന്നു. ഡോക്ടർ ഇതേപോലെ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങൾ ആദ്യം മുൻകൂട്ടി ഫിക്സ് ചെയ്തിട്ട് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ റിസൾട്ട് നോർമലാണ്, ഒന്നും ചെയ്യാനില്ല.
അല്ല ആ സമയത്ത് അത് നിനക്ക് സിംറ്റംസ് ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇല്ല ഇതിന്. പ്രശ്നങ്ങളൊന്നുമില്ല നോർമൽ ഇതാണ്. റിപ്പോർട്ട് നീ വെരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിച്ചു. അയാൾ റിപ്ലൈ ചെയ്തു ഓക്കെ എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് റിസൾട്ട് പ്രശ്നങ്ങളില്ല. ഇപ്പൊ നോക്കിയപ്പോഴേ നമുക്ക് പറ്റില്ല കാരണം ബോൾഡ് ആക്കി ഉണ്ടാവും എന്തെങ്കിലും വേരിയേഷൻ ഉള്ള ഭാഗങ്ങൾ കുറച്ച് ബോൾഡ് ആക്കി റെഡ് ആക്കിയിട്ട് കാണിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം നോർമലാണ്. അല്ല, പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ അതിന്റെ ബേസിൽ? പ്രശ്നം ഇല്ല ഓക്കെ അതാ ഓക്കെ ഓക്കെ. പറഞ്ഞത്. അപ്പൊ ഓക്കെ. അത് നീ സാറ്റിസ്ഫൈഡ് ആയില്ല. അതായത് നമ്മൾ ആക്ച്വലി എന്താ വെച്ചാൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഡോക്ടറെ കണ്ടു. എക്സ്പെക്ട് ചെയ്യും ഓക്കെ. അത് അതെങ്ങനെ ആ നോർമൽ കുഴപ്പമില്ല ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അല്ല അങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞു തോന്നുന്നു. പുള്ളി ഭയങ്കര മെക്കാനിക്കലി ഓക്കെ, ഇതാണ് റിസൾട്ട്, ഇതിങ്ങനെയാണ്. ഓക്കെ. എന്തോ ഒരു നേരിട്ട് കാണുന്നതിൽ എന്തായാലും വ്യത്യാസം സംഭവം അതന്നെയാണ്. ഉണ്ടാവും. ടെലിമെഡിസിൻ വ്യത്യാസം ഉണ്ട് നമുക്ക് മനസ്സിലായി. നമുക്ക് തന്നെ ഒരാള് ഡയറക്റ്റ് സംസാരിക്കുന്നതും ഫോണിൽ അങ്ങനെ സംസാരിക്കുന്ന നമ്മൾ വ്യത്യാസം ഫീൽ ആയിട്ട്. എടാ വേറെ ഇപ്പൊ കുറച്ചായിട്ട് ട്വിറ്ററിൽ കുറച്ചായിട്ട് കാണുന്ന സംഭവം കേട്ടോ, ഒരു MIT-യിലെ എന്താ റിസർച്ച് പിള്ളേർ എന്തോ ഒരു സംഭവം കണ്ടുപിടിച്ചാണ്, ഒരു ടൂള്. അത് വെച്ചിട്ട് ഒരു ബ്രസ്റ്റ് ക്യാൻസർ ഒരു 5 കൊല്ലം മുമ്പ് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാണ്. ഇയാൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരും, എന്തോ മമ്മോഗ്രാം പറഞ്ഞ എന്തോ സംഭവം വെച്ചിട്ട്. എന്താ മാമോഗ്രാം ഇപ്പോഴും ബ്രസ്റ്റ് ക്യാൻസർ, അതായത് ഇപ്പൊ ബ്രസ്റ്റിൽ എന്തെങ്കിലും സ്വെല്ലിംഗ് ഉണ്ടെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന പരിപാടിയാണ് മാമോഗ്രാം. അപ്പൊ USGയും ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ചുകൂടി മോഡേൺ അല്ല കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് MRIയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഒരു 5 കൊല്ലം മുമ്പ് തന്നെ ഒരു ചെറിയ എന്തോ ഒരു സംഭവം പോലെ കാണിക്കുന്ന ആ പിക്ചറിൽ. അപ്പൊ അത്രയും അതിനായിട്ട് 5 കൊല്ലം മുമ്പ് തന്നെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ. ഇന്നത്തെ ടെക്നോളജി വെച്ചിട്ട് ഇത്രയും കൊല്ലം, അത് ഒരു മോശം കണ്ടീഷനിലേക്ക് എത്തിയപ്പോ ഏറ്റവും ഏർലി സ്റ്റേജിൽ പറ്റാന്നല്ല പറയുന്നത്. ആണെങ്കിൽ പോലും ബെറ്റർ ആയിട്ടുള്ള പ്രോഗ്നോസ് ഉണ്ട്. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ. പിന്നെ വേറെ സംഭവം ഗൂഗിളിന്റെ ഒരു ടൂൾ പോലെ സംഭവം പറയുന്നത്, അവരുടെ ഡീപ് മൈൻഡ് ആക്കി കഴിഞ്ഞ ഒരു ആപ്ലിക്കേഷൻ പോലെ ടൂൾ വെച്ചിട്ടുണ്ട്, ആൽഫ ഫോൾഡ് പറഞ്ഞിട്ട്. അവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ പ്രോട്ടീനിലെ ഗ്രോത്ത് ഉണ്ടല്ലോ, ഈ പ്രോട്ടീൻ ഗ്രോത്തും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഇതിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കി കഴിഞ്ഞിട്ട്, ഇപ്പൊ ഓരോ ഡിസീസിന്, ഇപ്പൊ കോവിഡ് പോലെ സംഭവങ്ങളൊക്കെ വന്നില്ലേ, അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ ഒക്കെ മനസ്സിലാക്കിയിട്ട് ഇതിനെന്താണ് ഈ മെഡിസിൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യുക, ഇപ്പൊ ഒരാളുടെ ഒരു ജീനൊക്കെ മനസ്സിലായിട്ട് എങ്ങനെ ഇയാൾക്ക് ട്രീറ്റ്മെന്റ് സ്പെസിഫിക് ആയിട്ട് ആൾക്ക് എങ്ങനെ ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ജിമ്മിലും കാര്യങ്ങളും പോകുമ്പോൾ തന്നെ പറയും എല്ലാവർക്കും ഒരേപോലുള്ള റൊട്ടീൻ പോലുള്ള എന്താ വർക്കൗട്ടൊക്കെ ആക്ച്വലി ഡയറ്ററി ആയിട്ടുള്ള റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ മതി. അതായത് ഒരാളുടെ ബോഡി സ്ട്രക്ചർ വേറെയാണ്, എല്ലാം വ്യത്യാസമാണ്. അപ്പൊ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള സംഭവമാണല്ലോ. അപ്പൊ ഇത് വർക്കൗട്ടിനെ എങ്ങനെ, അപ്പൊ നമ്മുടെ ഇന്നർ ഓർഗൻസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കുറച്ചുകൂടി ഒരു എന്താ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സംഭവമല്ലോ വേണ്ടത്. അപ്പൊ ഇത്തരം ടെക്നോളജിയിൽ കുറച്ചുകൂടി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് ഓരോ മനുഷ്യനും ഓരോ ഡാറ്റ വെച്ചിട്ട് പ്രത്യേക സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അല്ല എന്തായാലും ഇപ്പോ ഈ പറഞ്ഞ മെഡിസിൻ ആണെങ്കിലും പണ്ട് പ്രാക്ടീസ് ചെയ്ത പോലെ അല്ല ഇപ്പോഴും ചെയ്യണത്. ഞാൻ പറഞ്ഞത് എന്തായാലും ഇനിയിപ്പോ ഒരു നെക്സ്റ്റ് അടുത്ത കുറച്ച് വർഷങ്ങളിലൂടെ അതിലും മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഈ ടൂളൊക്കെ ഈ ChatGPT പോലുള്ള ഇതിലൊക്കെ തന്നെ കുറെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് കുറെ ഇൻഫർമേഷൻസ് അവൈലബിൾ അല്ലേ? ആണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, കുറെ ഫിഗേഴ്സ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട കുറച്ച് നമ്പേഴ്സ്, അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പൊ ജസ്റ്റ് ഇന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ക്യാൻസറിന്റെ സ്റ്റേജിങ് ആണെങ്കിൽ അപ്പൊ എക്സാക്ട്ലി എല്ലാം ഓർത്തിരിക്കാൻ പറ്റിക്കോളണം നിർബന്ധമില്ല. പക്ഷെ ഇതൊക്കെ ഓൾറെഡി ഉണ്ട്. നിന്റെ ഏതോ ഒരു സാറ് എന്തോ ഒരു ആപ്ലിക്കേഷൻ എന്തോ സംതിങ് ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണെന്നുള്ളത്. ഉണ്ട്. അതാ പറഞ്ഞത്. അതിപ്പോ നമ്മൾ വെറും സിംറ്റംസ് മാത്രം അടിച്ചു കൊടുത്താൽ മതി. ഇപ്പൊ നമ്മൾ ഇന്ന സിംറ്റംസ് ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം, അതിനകത്ത് വേരിയസ് ആയിട്ടുള്ള കോസസ് എന്തൊക്കെയാ, ഇപ്പൊ ഒരു അസുഖത്തിന്റെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറയും. ഇപ്പൊ ഒരേ സിംറ്റം വെച്ചിട്ട് എത്രത്തോളം ഡിഫറൻഷ്യൽസ് വരാൻ ചാൻസ് ഉണ്ട് പോസിബിൾ. ഇപ്പൊ നെഞ്ചുവേന ആണെങ്കിൽ അത് ചെസ്റ്റിന്റെ ആണോ അതോ ലങ്സിന്റെ ആണോ, എന്തിന്റെ ഗ്യാസിന്റെ പ്രശ്നമാണോ, ഇപ്പൊ വയറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണോ, അത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്ന ഒരു ടൂള് പോലെ. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇപ്പൊ അതിനകത്ത് തന്നെ പറയും എമർജൻസി ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ കണ്ടാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഒരു ഇൻഫർമേഷൻ ഇല്ല. ഇപ്പൊ അതേപോലെ തന്നെയാണ്. അപ്പൊ അതിന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡ്രഗ് ആണെങ്കിൽ പോലും മെഡിസിൻസ് ആണെങ്കിൽ പോലും അതിന്റെ ഡോസേജിന്റെ കാര്യങ്ങളെല്ലാം ഈ ടൂൾ വഴി ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഏറ്റവും കോംപ്ലക്സിറ്റി എങ്ങനെയാണ് അയാൾക്ക് എന്ത് രോഗമാണ് കണ്ടെത്താനുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് അവിടെയാണ് ഡോക്ടറുടെ സ്കിൽ ഇരിക്കുന്നത്. പിന്നെ ചൈനയില് ഡയഗ്നോസ് ചെയ്യുന്നതിലാണ്. ഹോസ്പിറ്റല് ചൈനയില് ഒരു ഏജന്റ് ഹോസ്പിറ്റൽ എന്നുള്ള പേരില് ഒരു ചിങ്വായ് യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്ത ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. 14 ഡോക്ടർമാരും 4 നഴ്സുമാരും ഫുള്ള് റോബോട്ട്. അവരേതോ മറ്റേ മെഡിക്കലിന്റെ എക്സാമിൽ 93% മാർക്കൊക്കെ സ്കോർ ചെയ്തു. 100 കിട്ടിയിട്ടില്ല. വെർച്വൽ ഹോസ്പിറ്റലോ? വെർച്വൽ അപ്പോ ഹോസ്പിറ്റൽ ജസ്റ്റ് ടെലിപോലെയാണ് ആക്ട് ചെയ്യുന്നത് ആയിരിക്കും. ഓൾറെഡി അവര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, നമ്മളവിടെ ചെല്ലുന്നു, നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ റോബോട്ട്സ്. അവര് ചോദിക്കും 14 ഡോക്ടർമാരും 4 നഴ്സുമാരും അവിടെ ഹോസ്പിറ്റലിൽ. പക്ഷെ അവര് വേറൊരു പ്ലസ് പോയിന്റ് വന്നു വെച്ച് കഴിഞ്ഞാല് അവർക്കൊരു 2500-3000-ഓളം പേഷ്യൻസിനെ പെർ ഡേ കൺസൾട്ട് ചെയ്യാൻ പറ്റുന്നു. അതായത് ഒരു നോർമൽ ഡോക്ടർ 2 വർഷം എടുക്കുന്ന അത്രയും പേഷ്യൻസിനെ അവര് ഒരു 2 വർഷമില്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ പെർ ഡേ തന്നെ ഒരു OP നല്ല രീതിയിലുണ്ട്. 1000-ന് മുകളിലൊക്കെ ഉള്ള ആൾക്കാർ ഡെയിലി 1000 OP ഒക്കെ എടുക്കും. ഡെയിലി എത്ര ഡോക്ടേഴ്സ് എത്ര ഉണ്ട്? 14 ഡോക്ടർമാർ. 14 ഡോക്ടറും ഡെയിലി 2500 അല്ലേ? അല്ല,
ഒരു വിത്തിൻ ഫ്യൂ ഡേയ്സ് അങ്ങനെ ഒരു കറക്റ്റ് എക്സാക്ട് ഫിഗർ അല്ല, വിത്തിൻ ഫ്യൂ ഡേയ്സ് 10,000 പേഷ്യൻസിനെ അവര് കൺസൾട്ട് ചെയ്യാൻ പറ്റും. അതിന് തന്നെ റിപ്പോർട്ടിൽ കണ്ടതാണ്. അത് ആ 10,000 പേഷ്യൻസിനെ നോക്കുന്ന ആ ഡോക്ടർ, ഒരു നോർമൽ ഒരു ഡോക്ടർ ഇരിക്കാന്നുണ്ടെങ്കിൽ 2 വർഷത്തോളം എടുക്കുന്നതാണ് ഒരു ക്വാണ്ടിറ്റി. അല്ല അതായത് ഇവരെ ഫ്രീ ഓഫ് കംപ്ലീറ്റ് കോസ്റ്റ് ആണോ? ഫ്രീ ഓഫ് കോസ്റ്റ് ആണോ? അല്ല ഫ്രീ ഓഫ് കോസ്റ്റ്. പിന്നെ എത്രയും പൈസ അല്ല ഇവര് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്ത് കൊടുക്കുന്ന ഒരു ടൈമാണോ പറയുന്നത്? ഏത് ഇപ്പൊ ഈ പേഷ്യന്റ് കൺസൾട്ട് കൺസൾട്ട് ചെയ്യുന്നത് ചെയ്യുന്നതാണോ? ഒരു രോഗിനെ നോക്കാൻ എടുക്കുന്ന ടൈം അതിന് പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നുമില്ലല്ലോ. ഫുള്ള് ഡാറ്റാബേസ് ഉണ്ട്. പനി, പാരസിറ്റമോൾ. അപ്പൊ ഞാൻ പറയും ഇപ്പൊ തന്നെ നമ്മളിപ്പോ ഒരു മെഡിസിൻ പണ്ടത്തെ പോലല്ല. ഞാൻ തന്നെ നോക്കാണ്ട് ഇപ്പൊ എന്തെങ്കിലും രോഗം നോക്കി ഇതിന്റെ സിംറ്റംസ് ഇതാണോ എനിക്ക് രോഗം ഉണ്ട്. അപ്പൊ ഇവരെ മേ ബി ഇപ്പൊ ഈ പറഞ്ഞ സാധനം ചിലപ്പോ ഒരു ചാറ്റ് ബോട്ട് പോലെ ആയിരിക്കും. ഇപ്പൊ നമുക്ക് എല്ലാവരും ചാറ്റ് ബോട്ട് ഉണ്ടല്ലോ. അങ്ങനെ ഒന്നും വേണ്ട, ഒരു ഏത് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, എന്തിതായിക്കോട്ടെ, അതുപോലെ ഒരു ചാറ്റ് ബോട്ട്. നമുക്ക് നമ്മുടെ അസുഖങ്ങൾ ഇങ്ങനെ പറയാം, അപ്പൊ അവർ ഓരോന്ന് സജഷൻ തരും, കൂടുതൽ ചോദിക്കുമായിരിക്കും, അങ്ങനെ ആയിരിക്കും. അതിലും ഈ പറഞ്ഞ പോലെ ഒരു ഡൗട്ട് ഉണ്ട്. ഈ ഒരു ഏതെങ്കിലും ഒരു റീഡിങ് വാല്യൂ, ഒരു ഫോർ എക്സാമ്പിൾ ഷുഗർ തന്നെ ആയിക്കോട്ടെ, ഒരു ഇപ്പോ 160 ഉള്ള ഷുഗർ പേഷ്യൻസിന്റെ, അതിപ്പോ എനിക്ക് 160 നിനക്ക് 160, നമ്മൾ എല്ലാവർക്കും 160 ആണെങ്കിലും എല്ലാവരിലും ബോഡിയിൽ അത് കാണിക്കുക ഒരേപോലെയാണോ അതിന്റെ എഫക്ട്സ്? എഫക്ട്സ് ഒരേപോലെ കാണിക്കണം. കാണിക്കും, സിംറ്റം വേരി ചെയ്യാൻ പറ്റും. വേരി ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പൊ അതിനനുസരിച്ച് ഒരേ എനിക്ക് അസുഖത്തിന് തന്നെ ടിപ്പിക്കൽ ആയിട്ടുള്ള സിംറ്റംസും ഉണ്ട്, ടിപ്പിക്കൽ അല്ലാത്ത സിംറ്റംസും കാണിക്കുന്ന സാധനങ്ങളുണ്ട്. അതിന് ബോഡിക്ക് അനുസരിച്ച് വേരി ചെയ്യില്ല ഈ സിംറ്റംസ്. ഒരേ വാല്യൂ ചെറിയ ആണെങ്കിൽ പോലും രീതിയിൽ അതാ പറഞ്ഞത്. എനിക്കൊരു ഡൗട്ട് ഉണ്ടോ? അതായത് ഇപ്പൊ ഞാൻ ഒരു 300 ഷുഗറുള്ള വ്യക്തി, ഒരു കുഴപ്പമില്ലാതെ നടക്കുന്ന അതെ. ഒരാൾ തല ഇറങ്ങി വീണു എന്നൊക്കെ ഒരു 200 ഉള്ള ആൾക്ക് ഭയങ്കര ക്ഷീണം. കാണിക്കാം. അത് ഓരോരുത്തരുടെ ബോഡി അപ്പൊ അത് ഇങ്ങനത്തെ കേസിൽ വരുമ്പോ ടെലികോളിംഗ് അത് പ്രശ്നമായിട്ട് വരാൻ പ്രശ്നമായിട്ട് ചാൻസ്. വരില്ലേ? പ്രശ്നമായി വരേണ്ടതാണ്. അതാ പറഞ്ഞത്. അവരെങ്ങനെ മാനേജ് ചെയ്യുന്നു എനിക്കറിയില്ലല്ലോ. എങ്ങനെ മാനേജ് ചെയ്യുന്നു? ചാറ്റ് ബോട്ട് പറയുമ്പോഴേ ഈ ഒരു വോബോട്ട് വന്ന സാധനം ഞാൻ കേട്ടതാണോ? വോബോട്ട് അതാണ് അതിനെ പ്രൊണൗൺസ് ചെയ്ത് തോന്നുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മെന്റൽ നമ്മളിപ്പോ ഈ ഫോൺ നമ്പർ ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ മെന്റലി വീക്ക് ആയി കഴിഞ്ഞാൽ മറ്റേ എന്താണ് കൗൺസിലിംഗ് വിളിക്കാൻ പറ്റുന്ന ഗവൺമെന്റ് ഒക്കെ പരിപാടികളുണ്ടല്ലോ. അതേപോലെ ഇത് നമുക്ക് ചാറ്റ് ചെയ്യുന്ന പറയും. നമുക്ക് ആൻസൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ആണോ പറയണേ? ഹെൽപ്പ് ലൈൻ ഇല്ല. അത് നോർമലി ഞാൻ കുറച്ചിപ്പോ ഉദ്ദേശിച്ചതാണ്. പക്ഷെ ഈ ബോട്ട് വന്ന ഒരു സെറ്റപ്പ് 7 ടൂൾ പോലെ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ആൻസൈറ്റിയും അങ്ങനെയൊക്കെ വരുമ്പോ പെട്ടെന്ന് ഇപ്പൊ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ എത്തുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടൈം പിടിക്കുന്നുണ്ടല്ലോ. പെട്ടെന്ന് ഹോസ്പിറ്റലത്തിന്റെ കേസാണോ ശരിക്കും? ആൻസൈറ്റി എനിക്ക് ഭയങ്കര ഇഷ്യൂ ആണ്. അല്ല ഞാൻ പറഞ്ഞറിയാം, എമർജൻസി ആണെങ്കിൽ ആംബുലൻസ് വിളിക്കാനുള്ള നമ്പറൊക്കെ അതൊക്കെയാണ് പറയണേ. അതല്ല ഞാൻ ഈ പറയുന്നത് ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതായത് ഇതിനൊക്കെ ഇപ്പൊ ആംബുലൻസ് വന്നാലും അത് എത്തിയിട്ട് പോകാൻ ടൈമുള്ളൂ. നമുക്ക് ഭയങ്കരമായിട്ട് ഇപ്പൊ വേണം, നമ്മൾ ഡൗൺ ആണ്, നമുക്ക് സപ്പോർട്ട് വേണം, മെന്റൽ സപ്പോർട്ട് വേണമെന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന സംഭവമാണ്. അതായത് ടെമ്പററി സപ്പോർട്ട് പോലെ പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷനിൽ മാത്രമുള്ള ഒരു സപ്പോർട്ട്. എന്തൊക്കെ വന്നപ്പോ ഒരു മെന്റൽ സംഭവം ഒരു ഡോക്ടറെ ഡയറക്റ്റ് കാണുന്നതിന്റെ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ, പ്രോപ്പർ കാര്യങ്ങളൊക്കെ. പക്ഷെ ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ഈ ഫിസിക്കൽ കോണ്ടാക്ടിനെ മെന്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ പറഞ്ഞ പോലെ തന്നെ. അതായത് പെട്ടെന്ന് തന്നെ ഒരാൾക്ക് സൂയിസൈഡ് ചെയ്യാൻ തോന്നാൻ, അതായത് ആ ഒരു സ്റ്റേജ് അങ്ങോട്ട് കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല അവരില്ല. ആ സമയത്ത് ഒരു സപ്പോർട്ട് ഉണ്ടാക്കി. നമുക്ക് പിന്നെ ഒരു ഫേമസ് ആയുള്ള എഡിറ്റർ സൂയിസൈഡ് ആയിരുന്നു. അതിൽ ഭയങ്കര ഗ്രോത്ത് വന്നോണ്ടിരിക്കുകയാണ്. ഇയാളെ കണ്ടു പറഞ്ഞാൽ പോകുന്നു എലക്ട്രിസിറ്റി വീക്കിലാണ്. അപ്പൊ ഒരാളൊക്കെ മരിച്ചു നമുക്ക് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. എന്തിനാണ് ഇയാൾക്ക് മരിച്ചു എന്നൊക്കെ ചിന്ത വരില്ലേ? അയാൾക്ക് ചിലപ്പോൾ ഒരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സപ്പോർട്ടിന് ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവില്ല. ഭയങ്കര ഇഷ്യൂ അല്ലേ അയാളുടെ ജീവൻ പോലും അങ്ങനെ ടൂൾ ഉണ്ടെന്നോ? ചാറ്റ് ബോട്ട് ഉണ്ട്. പുതിയൊരു ചെയ്യുന്നുണ്ട്. പിന്നെ ഈ എന്താ കുറച്ച് പിന്നെ ആളുകളുടെ മറ്റേ ഈ ബോഡി സെക്ഷൻ ഞങ്ങൾക്ക് വ്യത്യസ്തമാണല്ലോ. ജെനറ്റിക്സ് എല്ലാം ഓരോരുത്തരും ഡിഫറൻറ്റ് തന്നെയാണ്. അപ്പൊ ഈ ഒരു 23andMe ഒരു കമ്പനി ചെയ്യുന്നുണ്ട്. ഓരോ കൺസ്യൂമർ ബേസ് ചെയ്തിട്ട് ഇതിന്റെ പ്രിവെന്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവം വരുന്നത് പറയുന്നത്. അല്ല നമുക്കിപ്പോ പറയാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ഹിസ്റ്ററിയിൽ വെച്ചിട്ട് എന്തെങ്കിലും ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് മക്കൾക്കും വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ കോമൺ ആയിട്ടുള്ളത് ഷുഗർ, പ്രഷർ അല്ലെങ്കിൽ ഹാർട്ടിന്റെ ഡിസീസുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പ്രിവെന്റീവ് മെഷറായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഒരാൾ ലൈഫ് സ്റ്റൈൽ ബേസ് ചെയ്തിട്ടും ഒരു ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ലേ? ഇപ്പൊ പലർക്കും ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ് പല ഡിസീസും വരുന്നത് പറയുന്നു. അതാ പറഞ്ഞ ലൈഫ് സ്റ്റൈലായിട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കുറച്ച് ഏർലി ആയിട്ട് വരേണ്ടത് ഡിലേ ചെയ്യാൻ തന്നെ വരേണ്ട കാര്യങ്ങൾ കുറച്ചുകൂടി ഡിലേ ചെയ്യിപ്പിച്ചുകൊണ്ട് ഇതാക്കാൻ പറ്റും അറിയില്ലേ. പിന്നെ ജെനറ്റിക്സ് അവിടെ ഉണ്ട്, വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നത് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് നേരത്തെ മുൻകൂട്ടി കണ്ടു കഴിഞ്ഞാൽ ഡീൽ ചെയ്യാൻ പറ്റുന്ന സംഭവമായിരുന്നു. അല്ല ഈ കോഴ്സുകൾ തന്നെ ഒരുവിധ അസുഖങ്ങളിലെല്ലാം ജെനറ്റിക്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണങ്ങളിൽ എന്തായാലും നോക്കുകയാണെങ്കിൽ ജെനറ്റിക്സ് ഉണ്ട് എന്ന് പറയില്ലേ ഒരു നല്ല ശതമാനം അസുഖങ്ങളിൽ. പിന്നെ ബാക്കിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസുകളൊക്കെ, അതായത്
വൈറസ് ആയിട്ടുള്ളത്, ബാക്ടീരിയ ആയിട്ടുള്ളതും അങ്ങനത്തെ അസുഖങ്ങളുണ്ടല്ലോ പിടിക്കാൻ. അത് പറഞ്ഞിട്ടാ അത് മറ്റേ നമുക്ക് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മുടെ ടെലിമെഡിസിൻ അഡ്വാൻറ്റേജ് ആയിട്ട് കണ്ടതാ. ഉം. ഇൻഫെക്ഷനിലെ എക്സ്പോഷർ കുറയുന്നുണ്ടല്ലോ. ആ. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ഹോസ്പിറ്റൽസ് ഒക്കെ ഭയങ്കര സോഴ്സാണ്, ഇഷ്ടംപോലെ എല്ലാം ഉണ്ടാവും. ടെലിമെഡിസിന്റെ ഒരു അഡ്വാൻറ്റേജ് അതുകൂടിയാണ്. ആ, ഈ ആ, ഇൻഫെക്ഷൻ കാര്യങ്ങൾ എക്സ്പോഷർ കുറച്ച് കുറഞ്ഞു കിട്ടും. ശരിയാ. ഈ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലേക്കൊക്കെ പോയിട്ട് പുതിയ സാധനങ്ങൾ കിട്ടിയിട്ട് വീട്ടിലേക്ക് പോയിട്ട് കാര്യമില്ലല്ലോ. പോയിന്റൊക്കെ കൂടുതൽ അവിടെ നിന്ന് വാങ്ങിച്ചു. ആ, ഈ കൊറോണ സമയത്തൊക്കെ അതായിരുന്നു വൺ ഓഫ് ദ മെയിൻ റീസൺ. ഞാൻ തന്നെ അന്നപ്പോ എന്റെ ചേട്ടൻ വയ്യാണ്ട് ഹോസ്പിറ്റൽ സ്റ്റാൻഡ് ബൈ നിൽക്കുകയാണ്. അപ്പൊ ഒരു 44 പേര് കോവിഡ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഞാനടക്കം 3 പേർക്ക് മാത്രമേ കോവിഡ് പോസിറ്റീവ് അല്ലാതുള്ളൂ. ബാക്കിയൊക്കെ അത് എനിക്ക് പിടിച്ചു. എനിക്ക് ഉറപ്പാണ് ഞാൻ ആ കൂട്ടത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നത് കേരള സാധ്യത ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ അല്ല proper ആയിട്ട് വിശ്വസിക്കുന്നു. പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് നീ പ്രോപ്പർ ആയിട്ട് എടുത്തില്ല എന്ന് വേണമെങ്കിലും പറയാൻ വേണമെങ്കിൽ. അത് ഓപ്ഷനില്ല. അവിടെ ഉണ്ടാകുന്ന ഹോസ്പിറ്റലിൽ കൊറോണ ടൈമിൽ അങ്ങനത്തെ ഓപ്ഷൻ ഇല്ല. ഞാൻ പറയുന്നത് ഡബിൾ മാസ്ക് ചെയ്യല്, അല്ലെങ്കിൽ മാസ്ക് ഇട്ടായിരുന്നു, എല്ലാം ഇട്ടിരുന്നു, ഷീൽഡ് ഇട്ടിരുന്നു, എല്ലാം ഇട്ടിരുന്നു, എല്ലാം ചെയ്യുന്നു. കയ്യില് മറ്റേ ഗ്ലൗസ് ഇട്ടിരുന്നു. ഗ്ലൗസ് ഉണ്ടാവില്ല. ഞാൻ ഒരാൾ ടച്ച് ചെയ്യുന്നു. ഞാൻ പറയുന്ന സിറ്റുവേഷൻ എന്ന് വെച്ചാൽ 44 പേർക്ക് സ്ഥലമില്ല. 44 പേർക്ക് കൃത്യമായ പ്രോപ്പർ ആയിട്ട് നിൽക്കാനുള്ള സ്ഥലമില്ല. പക്ഷെ എനിക്ക് ടെസ്റ്റ് ചെയ്തേ പറ്റില്ല. എനിക്ക് സ്റ്റാൻഡ് ബൈ ആയിട്ട് നിൽക്കണമെങ്കിൽ ഞാൻ ഇത് ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്യണം. പ്രോപ്പർ സ്പേസിംഗ് ഇല്ലായിരുന്നു. അതിന്റെ ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ എന്റെ ഉമ്മാനായിട്ട് ഓപ്ഷനില്ല. അങ്ങനെ തന്നെ നിന്ന് എടുക്കാൻ അവിടെ നിന്നേ പറ്റൂ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ. ഇങ്ങനെ പറഞ്ഞു നിന്ന് ഓപ്ഷനില്ല. ഞാൻ എക്സ്പോസ്ഡ് ആയി ഇവിടെ. അതിന് ഇതുപോലെ തന്നെ ഉമ്മാനോട് കൊറോണ ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. ഒരു ആവശ്യം വന്നിട്ട് ഇതേപോലെ ഞങ്ങൾ എല്ലാവരും പോസിറ്റീവ് ആയിരുന്നു വന്നിട്ട് വന്നു. ഉമ്മാനെ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയത് ഞങ്ങൾ റിക്കവറിന് ശേഷം ടെസ്റ്റ് ചെയ്തു. ഒരു RT-PCR കണ്ട് ചെയ്തു. കുറച്ച് സമയമുള്ള റിസൾട്ട് വരുള്ളൂ. അവിടെ പോയതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഒരേ സ്ഥലത്തിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് നെഗറ്റീവ്, അപ്പുറത്തും ഇപ്പുറത്തുള്ള എല്ലാവരും പോസിറ്റീവ്. അതിനുശേഷം കിട്ടാനും മതിയല്ലോ. വേറൊരു സംഭവം കേട്ടെന്ന് വെച്ചാൽ ഈ ഇപ്പൊ നമുക്കറിയാം ഈ റോബോട്ട്സ് ഞങ്ങൾ വന്നിട്ട് ഈ ഫിസിക്കൽ ലേബേഴ്സ് കുറെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ റോബോട്ടിക് സർജറീസ് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ ഒരു ഡാവിഞ്ചി സിസ്റ്റം എന്ന് പറഞ്ഞൊരു റോബോട്ടിക് സിസ്റ്റം ഞാൻ കേട്ടു. സർജിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താ ഡാവിഞ്ചി? ഡാവിഞ്ചി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഈ ആയിട്ടുള്ള ഓപ്പറേഷൻസ് റോബോട്ടിക് സർജറി ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. ഈ ആസ്റ്റർ, മിംസ് അങ്ങനത്തെ ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ടല്ലോ. ആസ്ട്രോമെഡിക്കൽ അതന്നെ ആസ്റ്റേഴ്സിന്റെ അണ്ടറിലുള്ള ഹോസ്പിറ്റൽസിലൊക്കെ റോബോട്ടിക് സർജറി ഒക്കെ ചെയ്യുന്നൊക്കെ ഉണ്ട്. ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ചെയ്യുന്നുണ്ട് റോബോട്ടിക് സർജറി. പറഞ്ഞുള്ള കാര്യം പറഞ്ഞത് കാരണം ഭയങ്കര ടൈനി ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഞങ്ങൾ ചെയ്യാൻ പറ്റും. ബെഡ് ലോസ് ഒക്കെ ഭയങ്കര കുറവായിരിക്കും പറയുന്നത്. അതായത് ഓവറായിട്ടുള്ള നമുക്ക് ഹ്യൂമൻ എറേഴ്സ് ഒക്കെ അവിടെ കട്ട് ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി പ്രിസൈസ് ആയിട്ട് റോബോട്ട്സ് തന്നെ ഇത്ര സെന്റിമീറ്റർ വെച്ചിട്ടൊക്കെ ചെയ്യും. അതുപോലെ ചെയ്തിട്ട് കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് നടത്തുന്നുണ്ട്. ഈ പേഷ്യന്റിന്റെ ഒരു കൺസെന്റ് കൂടി വേണ്ടിയില്ലേ തീർച്ചയായിട്ടും അത് എന്ത് സർജറി ചെയ്യുകയാണെങ്കിലും പേഷ്യന്റ് കൺസെന്റ് അല്ല ഇല്ലാതെ അപ്പൊ ഈ റോബോട്ട്സ് സംഭവം ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ഡോക്ടർ തന്നെയാണ്. അതായത് ഒരു ഡോക്ടർ തന്നെ ചെയ്യുന്നു, ഈ പറഞ്ഞ തന്നെ റോബോട്ടിക് സർജറി ഒക്കെ ചെയ്യുന്നു. ഇതിപ്പോ ആ പർട്ടിക്കുലർ സെക്ഷനിൽ ഓൺ ദ സ്പോട്ടിൽ ഒബ്സർവ് ചെയ്തിട്ട് ചെയ്യുന്നത് മൈന്യൂട്ട് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ഈ പറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അതായത് അതിന്റെ കുറച്ച് videos കംപ്ലീറ്റ്ലി റോബോട്ട് ഇൻഡിപെൻഡന്റ് അല്ല. അല്ല. റോബോട്ട് സർജറി കേസിൽ ന്യൂറാലിങ്കിനെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നില്ല? അതിങ്ങനെ എലോൺ മസ്കിന്റെ പ്രൊജക്ട്. അതായത് പാരലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ബ്രെയിനിലെ ഒരു എന്താ ചിപ്പാണോ എന്തോ ചിപ്പ് ബ്രെയിൻ മെഷീൻ ഇന്റർഫേസ് ആയിട്ട് ഒരു ചിപ്പ് ഇൻസ്റ്റാൾ കണക്ട് ചെയ്യാം. അതിനുശേഷം അവരുടെ ബ്രെയിനിൽ വരുന്ന ഇലക്ട്രിക്കൽ വേവ്സിന്റെ ഇതുണ്ടാവുമല്ലോ, വേരിയേഷൻ, അതിനനുസരിച്ച് അവരെന്താണോ അവർക്ക് എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് അത് വെച്ച് കമ്പ്യൂട്ടർ മൊബൈലൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന സിസ്റ്റം. അത് ഓൾറെഡി 2 പേഷ്യൻസിനെങ്ങാണ്ട് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. അല്ല അതിനെന്തോ മെമ്മറി സ്റ്റോർ ചെയ്യാൻ പറ്റുന്നോ അങ്ങനത്തെ ഉണ്ടായിരുന്നു. പേഷ്യൻസിനെ കംപ്ലീറ്റ് അവരെന്താ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനും പറ്റും. ഞാൻ വേറെ സംഭവം കേട്ടത് അത് ഇപ്പൊ ഈ സാധനം ചിപ്പ് വെച്ചിട്ട് അപ്പൊ നോർമലി ഇപ്പൊ നമ്മള് കൈ ഇതൊക്കെ ഞാൻ ചലിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടുന്ന് വരുന്ന സിഗ്നൽസിനെ ബേസ് ചെയ്തിട്ടാകുന്നത്. ഇപ്പൊ ഈ ന്യൂറാലിങ്ക് ഈ സാധനം വെച്ച് പാരലൈസ്ഡ് ആയ ആളുകളൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന അങ്ങനെ എന്തോ സംതിങ് ഞാൻ വായിച്ചത് ഓർമ്മ. അങ്ങനെ ഡീറ്റെയിൽസ് ഞാൻ കണ്ടിട്ടുള്ള. ഇവര് വെച്ച് കമ്പ്യൂട്ടറും ഓപ്പറേറ്റ് ചെയ്യാനാണെന്നാണ് മെയിൻലി ഞാൻ വായിച്ചത്. പിന്നെ അതുമല്ല അവർ ന്യൂറാലിങ്കിന്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ കിടക്കുന്നുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്ത ഒരു പേഷ്യന്റ് ഗെയിം കളിക്കുന്ന വീഡിയോസ്. അല്ല അത് മെയിൻലി മറ്റേ ഈ ഡിമെൻഷ്യ അല്ലെങ്കിൽ അൽഷിമേഴ്സ് പാരലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ, പാരലൈസ് അല്ല ഈ പറഞ്ഞ മറവി രോഗങ്ങൾ അങ്ങനത്തെ അസുഖങ്ങളുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മെയിൻ ആയിട്ടുള്ള ഗെയിമല്ലേ ഈ മെമ്മറി സ്റ്റോർ ചെയ്യലും അങ്ങനത്തെ. എനിക്ക് തോന്നി നമ്മൾ പണ്ട് പോയാലും മറ്റേ ഇതൊക്കെ മകപ്പ് ചെയ്യാൻ വയ്യ പഠിക്കാനുള്ള ഒരു സംഭവമല്ലേ. ചെപ്പൊക്കെ വന്ന് ഞാൻ പഠിക്കാതൊക്കെ ഈ സർജറി ചെയ്യുന്ന റോബോട്ടാന്നാ പറയുന്നത്. ഇതിന്റെ ഇൻസ്റ്റാളേഷൻ റോബോട്ട് തന്നെയാണോ? സക്സസ് ആണ്. ഇനി ഈ വർഷത്തില് 8 പേർക്ക് എങ്ങാണ്ട് ഇനി അവര് 2024 തന്നെ 8 പേർ കൂടി കൊണ്ടും ഈ സെയിം സാധനം പ്ലാൻ ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. അല്ല പിന്നെ എന്താ അറിയട്ടെ ഇപ്പൊ എന്തായാലും പേടിക്കണ്ട. ഇത്ര നല്ല കോസ്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഇതൊക്കെ ഉണ്ടാവുക.
എന്തായാലും അല്ല, നമുക്കൊക്കെ അത് അത്ര ചെയ്ത് കോസ്റ്റ്ലി അല്ലാന്നാ പറയുന്നത്. ഫസ്റ്റ് എല്ലാം എനിക്ക് എത്രത്തോളം കറക്റ്റ് ആണെന്ന് അറിയില്ല. ഒരു $10,500 അല്ല അല്ല അത്രയൊക്കെ വരുള്ളൂ. അല്ല ഇൻഷുറൻസ് കമ്പനികൾ പൈസ കൊടുക്കുന്നുണ്ട് അതിന്. ഒരു കാര്യം പറയട്ടെ, അവിടൊക്കെ ഇൻഷുർഡാ ആ പക്ഷെ ഇവിടെ ഇൻഷുർഡ് ഇവിടെ അല്ല അല്ലല്ലോ അപ്പം ഞാൻ പറയുന്നത് നമുക്ക് $40,000 എങ്ങാണ്ട് ഇൻഷുറൻസ് കമ്പനികൾ ഒരു പേയ്മെന്റ് 10 കൊടുക്കുന്നുണ്ട്. ഡോക്ടറിനെ വെച്ചിട്ട് ഒരു ജോബ് ചെയ്യിക്കുന്നത് ഒറ്റ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിലൊക്കെ ഫാമിലി ചെയ്യുള്ളൂ. ബിസിനസ് റൺ ചെയ്യുന്ന അങ്ങനെ ആണ്. തന്നെയല്ലേ ചെയ്യുന്നത് അതേപോലെ ഈ ഒരു സെക്ടറും മാറാൻ ഹോസ്പിറ്റൽ സാധ്യതയുണ്ട് ഞാൻ പറയുന്നു. പിന്നെ ഈ പ്രോസ്റ്ററ്റിക്സിന്റെ പറ്റി എന്താണ് തോന്നിയിട്ടുള്ളത്? അത് അതായത് 2014 3D പ്രിന്റിങ്ങും ചില പ്രോസ്റ്ററ്റിക് ആയിട്ടുള്ള ഓർഗൻസ് അവയവങ്ങളും അതൊക്കെ ഒരു ഏർലി സ്റ്റേജിലല്ലേ അതിന്റെ ഈ പറഞ്ഞ ഓർഗൻ പ്രിന്റിംഗ് ആണെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടൊന്നുമില്ല അതെവിടെ. കറന്റ് ചെയ്തിട്ടൊന്നുമില്ല ഇപ്പൊ പക്ഷേ ഈ 3D പ്രിന്റിംഗ് 2011 10 തുടങ്ങിയിട്ട് അതൊക്കെ അനിമൽ എക്സ്പെരിമെന്റ്സിലേക്ക് എന്തൊക്കെയോ കോർണിയ മെഡിസിൻസ് ട്രാൻസ്പ്ലാന്റ് അടക്കം പോലെയൊക്കെ ഇതേപോലെ അങ്ങനെ പ്രിന്റ് ചെയ്യുന്നുണ്ട് കേൾക്കുന്നുണ്ട്. മെഡിസിൻസ് ഉം. മെഡിസിൻസ് അല്ല ഞാൻ പറഞ്ഞ ഇപ്പൊ ഓർഗൻ പ്രിന്റിങ്ങിന് ഞാൻ കേട്ടിട്ടുണ്ട് സെൽസ് ഒക്കെ കൾച്ചർ ചെയ്തിട്ട് ഓർഗൻസ് ആയിട്ട് 3D പ്രിന്റർ വെച്ചിട്ട് തന്നെ പ്രിന്റ് ചെയ്തതിന് ശേഷം അതൊക്കെ പക്ഷെ ഹ്യൂമനിൽ ട്രയൽ നടത്തിയിട്ടില്ല എന്നാണ് എന്റെ അറിവ്. ഈ ആനിമൽസിലൊക്കെ ഇത് ചെയ്തിട്ട് അത് സക്സസ്ഫുൾ ആയതിനു ശേഷം മാത്രമല്ലേ ഇപ്പൊ ഈ നമുക്ക് ധൈര്യമായിട്ട് ഹ്യൂമൻസിനും 3D പ്രിന്റിംഗ് കൊണ്ട് ഇപ്പൊ നമ്മൾ തന്നെ ഓരോ പാർട്സും കാര്യങ്ങളും ആക്കുന്ന ആ ആംഗിൾ ഉണ്ടല്ലോ, ആ ജോയിന്റ്സിലുള്ള മോഷൻസും കാര്യങ്ങളും മനസ്സിലാക്കി ചെയ്യുന്നത്. അപ്പൊ ഇപ്പോഴും അത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും എനിക്ക് ഓർഗൻസിന്റെ ഓർഗൻസിന്റെ കാര്യം. ഉള്ളിലത്തെ ഓർഗൻസിന്റെ കാര്യമായിരുന്നു ആ ഞാൻ പറഞ്ഞത് ഉദ്ദേശിച്ചത്. പെരിഫറൽ ചിലപ്പോ ലെഗ് അങ്ങനത്തെ പ്രോസ്തറ്റിക്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞ ചെയ്യുന്നുണ്ടാവും. കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട്. തോന്നുന്നുണ്ട്. അല്ല പക്ഷെ അങ്ങനെ പ്രിന്റ് പ്രോസ്തറ്റിക്സ് ചെയ്ത് വെച്ചാൽ നമ്മുടെ അതല്ലേ ഉപയോഗിച്ച് ഡിസബിലിറ്റി കുറച്ചും ആ കൂടി മാറ്റാൻ പിന്നെ വേണ്ടി അങ്ങനെ വന്നു. കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടികളല്ലേ ഈ ഇപ്പൊ പറയുന്നത്. കാലും കാര്യങ്ങൾ 3D പ്രിന്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് പ്രോപ്പർ ആയിട്ട് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പെയിൻ ഇൻസ്ട്രക്ഷൻസ് ആണ് എല്ലാം ബോഡിയും അതൊക്കെ കുറച്ചും കൂടി ഈ എയുടെ ടൂൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന പരിപാടിയല്ലേ ഈ പറയണേ. നോർമൽ പ്രോസ്തറ്റിക് നോർമൽ എന്ന് ഞാൻ ജസ്റ്റ് പ്രോസ്തറ്റിക് ഇപ്പോ ജസ്റ്റ് Just shape സപ്പോർട്ട് mask കൊടുക്കൽ സപ്പോർട്ട് മാത്രം. ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ മൂവ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള ഞാൻ പുറമേ ഉള്ളിലുള്ള ഓർഗൻസ് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ, പ്രോപ്പർ ആയിട്ട് ഫങ്ഷനിങ് വേറെ ഫങ്ഷനിങ് പറയാനുള്ളൂ. ഇത് നമുക്ക് സാധാ കൈക്ക് പകരം കൈ ഇപ്പൊ ഇതൊക്കെ ഇല്ലേ ഇപ്പൊ കണ്ണിന്റെ പ്രോസസ്സ് വെച്ച ആൾക്കാരില്ലേ നമ്മുടെ ഈ സൈഫ് അലിഖാന്റെ അച്ഛൻ എന്താ ആളുടെ പേരെന്തായിരുന്നു ഏതോ പട്ട അതന്നെ പട്ടവടിയിലെ ആ ചങ്ങ. പിന്നെ നമ്മുടെ വേറെ ആരാ പ്രിയദർശന്റെ കണ്ണ് പ്രോസസ് അല്ലേ ഇത് കണ്ണ് അങ്ങനെ കണ്ണില്ല ഒരു കണ്ണില്ല കണ്ണെന്തോ പ്രശ്നമുണ്ട്. അത് പ്രോസസ് പക്ഷെ വെച്ചിരിക്കുന്നത് അപ്പൊ അത് അതുപോലെ തന്നെ ഒരു അവർക്ക് കാണാൻ ഇതായിരിക്കാം. പറ്റുമോ കണ്ണ്? ഇല്ല വിഷൻ ഇല്ല അവിടെ. ഓക്കെ, ജസ്റ്റ് ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒരു വിഷ്വലി കാണുമ്പോ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം. ഉം. ഇന്റേണൽ ഓർഗൻസ് വന്ന് വേറെ ഒരു പ്രിന്റ് ചെയ്യുന്നത് 3D പ്രിന്റ് ഒക്കെ ചെയ്യുന്നത് ഇന്റേണൽ ഓർഗൻസിനായി പറയണേ. പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ തന്നെ ആയിരിക്കും കൈയിനും കാലിനും എന്തെങ്കിലുമൊക്കെ. ഇലോൺ മസ്ക് ഇതിലും എന്തൊക്കെ കുറെ ഇൻവെസ്റ്റ്മെന്റ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. അല്ല ഞാൻ കണ്ടിരുന്നു ഓരോ ടെക് ഫെസ്റ്റുകളിലൊക്കെ ഓരോ ആൾക്കാർക്ക് ഇങ്ങനെ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ പറയുന്നത് കയ്യില്ലാത്ത ആൾക്കാർ ലിംബില്ലാത്ത ആൾക്കാർക്ക് നമ്മുടെ ബ്രെയിന്റെ കമാൻഡ് അനുസരിച്ചിട്ട് ഓരോ വിരലുകൾ വരെ മോഷൻ മൂവ് ചെയ്യുന്ന രീതിയിലേക്കുള്ള എന്റെ ഫ്രണ്ട് കോളേജിലെ സമയത്ത് അവനൊക്കെ ഫസ്റ്റ് കണ്ടി സാധനം ചെയ്യുന്നുണ്ടാവും. കൈന്റെ സാധനം വെച്ചിട്ട് മൂവ്മെന്റ് ചെയ്ത് കണ്ടു. ആ ന്യൂസ് പേപ്പറിൽ കട്ടിങ്സ് ഒക്കെ വന്നിട്ടാണ്. അല്ല ഈ ഏടെ എന്തായാലും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്തായാലും മെഡിക്കൽ രംഗത്തും വന്നിട്ട് എല്ലാ രംഗത്തും വന്നിട്ടില്ലേ കൂടെ ഇതിലും അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി മൈന്യൂട്ട് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം വന്ന് 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 ചിലപ്പോ എന്താ പോകെ പോകെ ഒരു job അറിയില്ലേ. എല്ലാ മേഖലയും ഇപ്പൊ ഓട്ടോണമസ് കാറുകളൊക്കെ നമുക്ക് പണ്ട് ആലോചിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ ട്രയലാണ് നടക്കുന്നത്, കൊച്ചിയിൽ നടക്കുന്നുണ്ട് ഏതൊരു കമ്പനി ബേസ്. അതേപോലെ എല്ലാം ഓട്ടോമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഓട്ടോമേഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് പാർക്ക് ചെയ്യുന്നു, എല്ലാ സിസ്റ്റം വരുന്നുണ്ട്. അത് മെഡിക്കൽ രംഗത്തും എക്സ്പെക്ട് ചെയ്യല്ല വന്നിട്ടുണ്ട്. വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാ പറഞ്ഞത് സർജറിക്ക് സപ്പോർട്ട് ആയിട്ട് പിന്നെ അതാ ഞാൻ റോബോട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ implement ചെയ്ത് എന്തായാലും തുടങ്ങി. ഒരു ഒറ്റ സുപ്രഭാതത്തിൽ അങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തായാലും ഒരു ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രം മെല്ലെ 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 തന്നെ അല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ അഡാപ്റ്റഡ് ആവും വേണ്ടേ കിടന്ന്. പിന്നെ ഇന്ത്യ പോലെ രാജ്യത്ത് കുറച്ചുകൂടി സ്ലോ ആയിട്ട് ഞങ്ങൾ വരുള്ളൂ. എനിക്കൊന്ന് വേറെ കാര്യം ഇപ്പോ ഒരു ഈ ജനറേഷൻ ആ ജനറേഷൻ കുറച്ചുകൂടി അതുമായിട്ട് കുറച്ചുകൂടി ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തും തോന്നുന്നു. കാരണം ഇപ്പോഴും ഒരുവിധം പഴയ കൺവെൻഷണൽ രീതികൾ ആഗ്രഹിക്കുന്ന കുറച്ച് വയസ്സുള്ള ആളുകൾ ഇപ്പോഴും ഒരു കൺവെൻഷൻ ഡോക്ടർ വരണം, ഇപ്പോഴും മറ്റേ തൊട്ട് നോക്കണം. ഇഞ്ചക്ഷൻ വെക്കാൻ വന്ന പേടിയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ കൺവെൻഷൻ രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. അടുത്ത ജനറേഷനോട് കൂടി മേ ബി കുറച്ചും കൂടി ഇതിന് ഒരു സ്വീകാര്യത ആളുകളായിട്ടുള്ള കിട്ടുമായിരിക്കും. അല്ല വരും, പക്ഷെ അതാ ഞാൻ പറഞ്ഞത് എല്ലായിടത്തും സർവൈവ് ചെയ്യാന്നുള്ള സാധനം ഉണ്ടല്ലോ. ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ സർവൈവ് ചെയ്യുക, അല്ലാത്ത ആൾക്കാരൊക്കെ പോകുന്നു പറയും. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പോകുന്നില്ലോ. അല്ല